ഈ നഗരം വളരെ പ്രശ്നത്തിലാണ്. നഗര ജീവിതമാകെ വളരെ പ്രശ്നത്തിലാണ്. നഗരം ഇന്നിപ്പോൾ ചീഞ്ഞു നാറുകയാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം 2-3 ദിവസമായി ചില പ്രിന്റ് വിഷ്വൽ മീഡിയസിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ശുചീകരണം പരിപൂർണമായി നിലച്ചിരിക്കുകയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടികൾ നടന്നില്ല. കോർപ്പറേഷൻ ഓഫീസിൽ അതിൻ്റെ നിശ്ചലമായിരിക്കുന്നു, അതിൻ്റെ ഭരണസ്തംഭനമായിരിക്കുന്നു. വിലപ്പെട്ട രേഖകൾ കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് കടത്തുകയാണ്. ഒരു കാപ്പ കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തലസ്ഥാന നഗരിയിലെ ജനങ്ങൾ മുഴുവൻ ബുദ്ധിമുട്ടുകയാണ്. ആ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ മേയറുടെ ധിക്കാരപൂർവ്വമായിട്ടുള്ള ആലങ്കാരികമായിട്ടുള്ള തമാശയെന്ന് അദ്ദേഹം കരുതുന്ന വാക്കുകളാണ് അദ്ദേഹം മറുപടിയായിട്ട് പറയുന്നത്. കരാറുകാർ ജോലി എടുക്കുന്നില്ല, കരാറുകാർക്ക് കിട്ടേണ്ട കാശ് കിട്ടുന്നില്ല. തെരുവ് നായ്ക്കൾ കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുക. സ്റ്റിയറിംഗ് കമ്മിറ്റി കോർപ്പറേഷനിൽ കൂടുന്നില്ല. അതാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരടങ്ങുന്ന കമ്മിറ്റിയാണ് ക്യാബിനറ്റ് പോലെ സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. കൗൺസിൽ യോഗം ചേരുന്നില്ല. ഇനിയിപ്പോൾ ഒരു കൗൺസിലൂടെ കഴിഞ്ഞാൽ മറ്റേ അറ്റൻഡൻസ് കള്ളത്തരം കാണിച്ചിട്ടും ആദ്യത്തെ അറ്റൻഡൻസിൽ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിലും ഇനി അടുത്ത ഒരു യോഗം കൂടെ ചേരുമ്പോൾ 3 യോഗത്തിൽ അദ്ദേഹം വരാതാവും. അപ്പോൾ അത് ക്യാൻസലാവും, കൗൺസിലർഷിപ്പ് ക്യാൻസലാവും. സുഗതൻ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് 3 മാസം കൂടുന്ന 3 കൗൺസിൽ, ഒരു മാസത്തിൽ കൂടുന്നതല്ല, 3 മാസത്തിൽ കൂടുന്ന 3 കൗൺസിൽ. ഞാൻ മേലായിരുന്ന അവസരത്തിൽ 2 പേരെ അങ്ങനെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അതിനൊരു പ്രൊസീജിയറുണ്ട് അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി. UDF കൗൺസിലർമാർക്ക് കാര്യങ്ങൾ മനസ്സിലായത് അന്ന് മർദ്ദനം കിട്ടിയ ശേഷം. അന്ന് പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ അറിയാം, നല്ല ഊക്കോടുകൂടിയുള്ള അടിയാണ് അന്ന് കിട്ടിയത്. നല്ല ശബരിക്ക് നല്ല അടി കിട്ടി. ഓടിച്ച് നോക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ ഞാനാണ്. വാർഡ് വാർഡിലാണെങ്കിൽ കഴിഞ്ഞ 5 മാസമായിട്ട് അവിടെ ഒന്നും നടക്കും. ഈ ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഇടപെട്ട് അറ്റൻഡൻസ് ബുക്ക് അവിടെ കയറിക്കളഞ്ഞ അറ്റൻഡൻസ് ബുക്ക് അതിനെ സംബന്ധിച്ചുള്ള ആ സംഭവത്തെ സംബന്ധിച്ചുള്ള അന്വേഷിക്കുന്നതിന് വേണ്ടി തയ്യാറാണ്. അല്ലാതെ ഒരു ഔദ്യോഗികമായിട്ട് ഒരു കൗൺസിൽ യോഗം കൂടുകയും അവിടെ അതിൻ്റെ അറ്റൻഡൻസ് ബുക്ക് വലിച്ച് കയറിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കേസും ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ഒരു നടപടിക്രമം ഇല്ലെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ആ നടപടിക്രമം രൂപീകരിക്കേണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരു സ്തംഭനാവസ്ഥയിൽ അടിയന്തരമായി ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇടപെടണം. അതിന് വകുപ്പ് നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടിയിൽ നിന്ന് പിൻവാങ്ങുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. പിന്തുണച്ചിരുന്നില്ലല്ലോ. അത് ശരിക്കും അങ്ങനെ ഒരു പിന്തുണ ഉണ്ടാവുമായിരുന്നില്ലെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ ഗൗരവതരമായി ചർച്ച ചെയ്യാൻ കഴിയുന്ന കൂടിയായിരുന്നില്ല. അല്ല, അവരായിട്ട് മനസ്സിലാകത്തന്നാണ്. 1/3 ആൾക്കാരുടെ ഒപ്പിട്ടുള്ള നോട്ടീസ് കൊടുത്താൽ മാത്രമേ അടിയന്തര പ്രമേയ അത് നോട്ടീസ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ചർച്ചയ്ക്ക് നോട്ടീസ് ഡേറ്റ് ചെയ്യിക്കുള്ളൂ. അവരാകെ 20-22 പേരുള്ളൂ. അല്ല, LDF-നോട് ആലോചിക്കാതെ അവർ സെപ്പറേറ്റ് ആയിട്ട് 22 പേരെ കൊണ്ട് കൊടുത്തത്. പിന്നെയാണ് അവർക്ക് മനസ്സിലാവുന്നത് 3/4 ആൾക്കാരുടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ ഇത് ചർച്ചയ്ക്ക് എടുക്കുള്ളൂ എന്നുള്ള വിവരം. അങ്ങനെയാണ് അവർ പിൻവലിക്കാൻ വേണ്ടി തയ്യാറായി. അതെങ്ങനെ 22 പേരെ വെച്ച് കൊടുത്താൽ എങ്ങനെ ചെയ്യാൻ പറ്റും? അത് ഒരു പിന്നെ 3/4 ആൾക്കാരുടെ ഒപ്പിട്ടുകൊണ്ട് ഒരു പേപ്പറിൽ കൊടുക്കണമെങ്കിൽ UDF LDF തമ്മിൽ കൊടുക്കണമെങ്കിൽ അതിനൊരു ആലോചന വേണ്ടേ, ഒരു ചർച്ച വേണ്ടേ, രാഷ്ട്രീയ തീരുമാനം വേണ്ടേ, അതിന് കാര്യങ്ങളൊക്കെ വേണ്ടേ? അല്ലാതെ അവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട് 22 പേർ ഒപ്പിട്ട് നോട്ടീസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മണ്ടത്തരല്ലേ കാണിച്ചു. അവിശ്വാസ പ്രമേയം അങ്ങനെ അവിശ്വാസ പ്രമേയം അല്ലേ അത്? ഒരു പേപ്പറിൽ 22 പേർ ഒപ്പിട്ട് കൊടുത്തതാണ്. അങ്ങനത്തെ മനസ്സിലായിട്ടില്ല. അത് അവിശ്വാസ പ്രമേയമാണെങ്കിലും സ്പെഷ്യൽ കൗൺസിലാണെങ്കിലും ഇത്ര കൗൺസിലർമാർ ഒപ്പിട്ട് തരണമെന്നുള്ള നിയമത്തിൽ പറയുന്നുണ്ട്. അത് അങ്ങനെ ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ നിയമം അറിഞ്ഞൂടാത്തവർക്ക് മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ.
അങ്ങനെ കൊടുത്താൽ മാത്രമേ അത് ഇത് അംഗീകരിച്ച് വരുള്ളൂ. ഇത് അങ്ങനെ ഒരു നടപടിക്രമം ഉണ്ടായിട്ടില്ല അവിടെ. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെയല്ല. അപ്പൊ UDF അംഗങ്ങളില്ല, പക്ഷെ LDF കൂടി പിന്തുണയ്ക്കുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് വലിയ മാറ്റത്തിന് കാരണമാവില്ല, അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അത് പറഞ്ഞല്ലോ LDF പിന്തുണയ്ക്കുന്ന വെച്ചാൽ UDF ആദ്യം നോട്ടീസ് കൊണ്ട് കൊടുത്തിട്ട് ചർച്ചയ്ക്ക് എന്റെ പിറകെ വരണമെന്ന് പറഞ്ഞാൽ LDF പിന്തുണയ്ക്കാൻ പറ്റില്ല. അതിനോട് നടപടിക്രമമുണ്ട്. സാങ്കേതിക കാര്യം മാത്രമല്ലേ? സാങ്കേതിക കാര്യമൊന്നുമല്ല, വളരെ ഗൗരവമുള്ള വിഷയം. ശബരി പക്ഷെ പിന്തുണ നൽകിയാൽ അത് സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങ് തന്നെ പറഞ്ഞതാണ് ഇത്തരത്തിൽ BJP പുറത്താക്കുക എന്ന ലക്ഷ്യത്തിൽ ഒന്നു ചേർന്ന് നിൽക്കുന്നതിൽ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ഒരു നിലപാടെടുക്കുകയും പക്ഷേ ഇത്തരം സാഹചര്യത്തിൽ ഞങ്ങളൊരു ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് കുറച്ച് നിലപാടുണ്ടോ വെച്ചാൽ BJPയുടെ ഭരണത്തെ താഴെ ഇറക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യം തന്നെയാണ്. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു കുറുക്കു വഴി നോക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യത്തിന് അനുസരിച്ച് ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകാനും പറ്റില്ല. ഞങ്ങൾക്കൊരു നയമുണ്ട്. ആ നയം BJP എന്താ ശക്തമായിട്ട് നിങ്ങൾ എതിർക്കുന്നേക്കാൾ കൂടുതൽ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളതിൻ്റെ സമയമാകുമ്പോൾ അതിന് തയ്യാറായി രംഗത്ത് വരും. പക്ഷേ സഭയിലൊക്കെ ഇപ്പൊ ലോക്സഭയിൽ പോലും പിന്നെ മറ്റു മാറ്റങ്ങളൊക്കെ മാറ്റി നിർത്തി കോൺഗ്രസുമായിട്ട് സഹകരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതല്ലേ ഈ സിറ്റുവേഷനിലേക്ക്? ഈ അവിശ്വാസം ഞങ്ങൾക്ക് കേരളത്തിൽ ലോകസഭയിൽ ഒരു നിലപാടുണ്ടെന്ന കാര്യം ശരി തന്നെയാണ്. ഇന്ത്യ മുന്നണിക്ക് ആ നിലപാടല്ലല്ലോ കോൺഗ്രസ് ഇവിടെ കേരളത്തിൽ എടുക്കുന്നു. അതിന് വ്യത്യാസം മാധ്യമപ്രവർത്തനായ നിങ്ങൾക്ക് തന്നെ അറിയില്ലേ? കോർപ്പറേഷൻ സെക്രട്ടറി മാറ്റിയിട്ടുണ്ട്. ലീഗ് നിർദ്ദേശിച്ച ആളെയാണ് കോർപ്പറേഷൻ സെക്രട്ടറി. ഇതിലൊക്കെ മാറ്റം ഉണ്ടാവും. UDF അനുകൂലമാകും കോർപ്പറേഷൻ. അവര് ഒരു അധികാരത്തിൽ വന്നിട്ട് എത്ര ദിവസമായി? ഇപ്പം 3 ആഴ്ച ആവൂലേ അധികാരത്തിൽ വന്നിട്ട്? സംസ്ഥാന ഭരണം 50 ദിവസത്തിനിടയിൽ ഇതുവരെ അവർക്ക് മന്ത്രിമാരുടെ ഓഫീസുകൾ സ്റ്റാഫിനെ നിയമിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. നിയമിച്ചവരൊക്കെ തന്നെ രാജിവെച്ച് പോകുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങളിൽ പോലും നിയമിക്കപ്പെട്ടവർ രാജിവെച്ച് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാവും. പിന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ പ്രധാനപ്പെട്ട താക്കോൽ സ്ഥാനങ്ങൾ നിയമിച്ചവരെല്ലാം പിന്നെ അവർ പരാതി പുറത്ത് പോകുന്നു. കേരളത്തിൽ ദിവസവേതനക്കാരായിട്ടുള്ള 41,000 ആൾക്കാരെ പിന്നെ പിരിച്ചുവിട്ടിട്ടുണ്ട്. പാവങ്ങളെ, പട്ടിണി പാവങ്ങൾ പിരിച്ചുവിട്ടിട്ടുണ്ട്. അങ്ങനെ യഥാർത്ഥത്തിൽ എന്താ ഇവിടെ നടക്കുന്ന? ഒന്നും നടക്കുന്നില്ല.